ഹലോ ഫ്രണ്ട്സ്, ഇമ്മലൊക്കെപ്പുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴനി പോയൊരു വീഡിയോ ആണ്. നിച്ചൂസിൻ്റെ മുടി മുട്ടടിക്കാൻ വേണ്ടിയിട്ട് നേർച്ചയുണ്ടായിരുന്നു, പഴനിയിൽ കൊണ്ടുപോയിട്ട് അടിക്കാമെന്ന്. അപ്പോൾ അതിന് പോയ ഇതാണ്. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. പ്രീമയുടെ വീട്ടിൽ നിന്ന് പ്രീമയുടെ അമ്മയും ആങ്ങളയും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പ്രീമയുടെ വീട്ടിൽ നിന്ന് ഫുഡ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് നമ്മൾ മീനാക്ഷിപുരമൊക്കെ കഴിഞ്ഞപ്പോൾ അത് കഴിച്ചു. അതിന് വീണ്ടും ജേണി കണ്ടിന്യൂ ചെയ്തു. റോഡൊക്കെ നല്ല അടിപൊളി റോഡുണ്ട് തമിഴ്നാട്ടിലത്തെ, ഒരു രക്ഷയില്ല. ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പോൾ നമ്മൾ റൂമിലെത്തി. റൂമിൻ്റെ അവിടെ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂമാണ്. അവിടെ തന്നെ കീയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2 BHK ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഴനി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ. ഒരു ഫാമിലിക്ക് നല്ല സൗകര്യത്തോടു കൂടി താമസിക്കാൻ പറ്റും കേട്ടോ. പഴനിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല സമാധാനപരമായ ഒരു സ്ഥലത്താണ്. എന്നുവെച്ചാൽ അടുത്ത വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്നിട്ട് നമ്മളൊരു 4 മണിയായപ്പോൾ വീണ്ടും പഴനിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങി. പഴനിയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനാണ്. മുട്ട അടിക്കണം, അമ്പലത്തിലൊന്ന് കയറണം. ഫോൺ അലൗഡല്ല, അതുകൊണ്ട് മുകളിലത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോൺ താഴെ തന്നെ ഇപ്പോൾ അലൗഡല്ല. പണ്ടൊക്കെ അലൗഡായിരുന്നു, ഇപ്പോൾ അലൗഡല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ച് കയറി ഇറങ്ങി. വൈകുന്നേരം ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറി. നിച്ചൂസിനൊരു മിനി ഗീ റോസ്റ്റ്, അമ്മ ഒരു ഗീ റോസ്റ്റ്, പ്രീമയുടെ അമ്മയും ആങ്ങളിയും ചപ്പാത്തി, ഞാനും പ്രീമിയും ഫ്രൈഡ് റൈസ്. ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടായില്ല, എന്നാലും കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് തൊഴാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. അപ്പോൾ കഴിച്ചൊരു ഹോട്ടൽ, നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. പഴനി പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഈ ഹോട്ടൽ. ഇനി വരാണെങ്കിൽ ഈ ഹോട്ടലിൽ കയറുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. ആരെങ്കിലും വരണമെങ്കിൽ ഉപകാരപ്പെടും. പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ശ്രീ അന്നപൂരണി വെജ് റെസ്റ്റോറൻറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ടു. ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. എല്ലായിടത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഈ ഇലക്ട്രിക് വണ്ടിയിൽ പോകാൻ പറ്റും. ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടേക്കായാലും വിഞ്ചിൻ്റെ അവിടേക്കായാലും ഇതാണ് പടിയിൽ അവിടെ നമുക്ക് നടന്നു കയറണ ഇത്. മുട്ടടിച്ചിട്ട് നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷേ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഇപ്പോൾ കടകളൊന്നും ഒട്ടുമില്ല. പണ്ടൊക്കെ വരുമ്പോൾ നിറച്ച് കടകളായിരുന്നു. ഇത് 50 രൂപയ്ക്ക് മേടിച്ച JCB ആട്ടാ. നിച്ചൂസിനൊരു കുട മേടിച്ച പിന്നെ അവൾ അതിൽ നിന്ന് എന്താ പറയുക, അത് തരണില്ല. അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കലായിരുന്നു. അത് പിടിക്കുക, അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക. പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ ചെരുപ്പിടാണ്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല. അവിടെ നല്ല വൃത്തിയുണ്ട് പഴനി മൊത്തം. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇലക്ട്രിക് വണ്ടിയിൽ ഒന്ന് ചുറ്റും 100 റൗണ്ടൊക്കെ അടിച്ചു. നല്ല ക്ലീനാണ്, നല്ലൊരു എന്താ പറയുക, പണ്ടത്തെ പഴനി ആകെ മാറി. പിന്നെ നമ്മൾ നേരെ പോയിട്ട് പഞ്ചാമൃതം മേടിച്ചു. പഞ്ചാമൃതം 20 രൂപയാണ് ഉണ്ടത്. നമ്മളൊരു 10 മേടിച്ചു. അവരും പ്രീമയുടെ വീട്ടുകാരും ഒരു 10 മേടിച്ചു. പിന്നെ നമ്മൾ നേരെ റൂം ലോക്ക് ചെയ്ത് അവിടെ കീ വെച്ച് ഇറങ്ങി. ഹൈവേ നമ്മുടെ പഴനി ടു പൊള്ളാച്ചി ഹൈവേ ഉണ്ട് കേട്ടോ. 4 ലൈനാണ്. വണ്ടികൾ വളരെ കുറവാണ്. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. പോകുന്ന വഴിക്ക് ഒരു മാങ്ങ കണ്ടപ്പോൾ മാങ്ങ കഴിക്കാൻ വേണ്ടി അവിടെ നിർത്തി. അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ. നല്ല പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. തമിഴ്നാട് സ്റ്റൈൽ മാങ്ങ. പിന്നെ വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ പനനങ്ക് കണ്ടു. പനനങ്ക് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പനനങ്കിൻ്റെ ഇത് പൊളിക്കലാണ് ഒരു ടാസ്ക്. അങ്ങനെ പനനങ്കും കഴിച്ച് ഈ ഫുള്ള് പനനങ്കും പനയുടെ സംഭവങ്ങളൊക്കെ ഉള്ളത് പൊള്ളാച്ചിയിലാണ്. പന ഫുള്ളുള്ളത് പൊള്ളാച്ചിയിലാണ്. അവിടെ നിന്ന് പിന്നെ കയറി പാലക്കാട് എത്തിയപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്ന് ഫുഡ് കഴിച്ചു. ചിക്കൻ ബിരിയാണി കഴിച്ചു. അമ്പലത്തിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ച് വൈകിട്ടൊരു 4 മണി ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് പ്രീമയുടെ വീട്ടിലെത്തി. പിന്നെ നമ്മൾ നേരെ ഒരു 5-6 മണി ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ശരി, ബായ്.